ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. മറ്റൊന്നല്ല, ഉണ്ടംപൊരിയാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ മാത്രമല്ല, ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് മധുരം, അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മധുരം ഇടാം. അപ്പോൾ ഞാൻ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. 2 ഏത്തപ്പഴം, 150 ഗ്രാമോളം ശർക്കര, പിന്നെ 1 കപ്പ് ഗോതമ്പ് മാവ്. നമുക്ക് പഴം തൊലി കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അരിഞ്ഞിടാം. കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇടാം. പിന്നെ 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ഇടാം. 1 നുള്ളു ഉപ്പും കൂടി ഇട്ടേക്കാം കേട്ടോ. ഉപ്പുള്ള ശർക്കര ആണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവും കൂടി ചേർത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഗോതമ്പ് മാവും കൂടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്നാക്കി ഒന്ന് മാവ് ടൈറ്റാക്കി എടുക്കാം. നമുക്ക് കയ്യിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം. നമ്മളിതുപോലെ അടിച്ച് വെച്ചിട്ട് ഒരു കുറച്ച് നേരം വെക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, ഇതുപോലെ അടിച്ചാൽ മതി. അതല്ല അടിച്ച ഉടനെ നമ്മൾ ഉണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ നമ്മളതിലേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് തിളച്ചെടുക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ബോൾസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെറിയ ബോളോ വലുതാക്കിയോ എങ്ങനെയായാലും കുഴപ്പമില്ല. എല്ലാ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ഇത് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ കമൻസും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ നാളെ നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.